ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഏറ്റവും എന്നെ സ്പർശിച്ച വചനം, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള വചനഭാഗം ആണത്. ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ നമ്മളെപ്പോഴും എപ്പോഴും പറയുന്ന ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ക്രിസ്തുവിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്നുള്ള കാര്യം നമ്മളെപ്പോഴും എടുത്തെടുത്ത് പറയുന്നു. പക്ഷേ ഭൂമിയിൽ സമാധാനം സ്ഥാപിച്ചാലേ നമ്മൾ ആ ഒരു ലെവലിലോട്ട് ഉയരുകയുള്ളൂ. നല്ല കുടുംബത്തിൽ ജനിച്ച് തലതിരിഞ്ഞു പോയവന്മാരുണ്ട്, ഇല്ലേ? അപ്പോൾ കുടുംബമൊക്കെ നല്ലതായിരിക്കും, പക്ഷെ തലതിരിഞ്ഞു പോയി. അതുപോലെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ ക്രിസ്തുവിൻ്റെ മകനും മകളുമൊക്കെ ആയി ആ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമ്മൾ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവരാകണം. മറ്റുള്ളവരുമായി സമാധാനക്കുറവുണ്ടെങ്കിൽ, സ്വരച്ചേർച്ചക്കുറവുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പറയുകയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ മകനും മകളും എന്നൊക്കെ വെറുതെ പറയുകയാണ്. സമാധാനം സ്ഥാപിച്ചാൽ മാത്രമേ, എല്ലാവരുമായും സമാധാനത്തിൽ വർത്തിച്ചാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ മകനും മകളുമായി ക്രിസ്തുവിൻ്റെ കൃപയിൽ യഥാർത്ഥ ക്രിസ്തു അനുയായിയായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സ്വല്പം പുളിമാവ് എല്ലാ മാവിനെയും, ഫരിസേയരുടെ പുളിമാവ് എല്ലാ മാവിനെയും പുളിപ്പിച്ച് കളയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഒരു സ്വല്പം സമാധാനക്കുറവ്, ആരോടെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഉരസൽ, ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരേ ഒരു പ്രശ്നം കൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം നശിച്ചു പോകും, വിശ്വാസത്തിന് വിലയില്ലാതായി തീരും. പിന്നെ വളരെ ക്രിസ്തു പ്രവർത്തിച്ച ഒരു ദിവസമാണ് ക്രിസ്തുവിൻ്റെ ഒരു ഇടപെടലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമാണ്. അപ്പോൾ ഞാനൊരു 7 ദിവസത്തെ ഒരു ധ്യാനം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് ആഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ചയും 2 മണി മുതൽ 5 മണി വരെ. അപ്പോൾ ഇന്ന് 5-ാമത്തെ ദിവസമായിരുന്നു. ഞാനവിടെ പോയി ഒരാൾ വന്നിട്ട് നല്ലൊരു പ്രഭാഷണം ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് റോയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ, ഈ പറയുന്നതൊന്നും സാറിന് ബാധകമല്ല, ഇതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് ബാധകമാണ്, സാറിന് ഇതൊന്നും ബാധകമല്ല എന്ന് ഒരു ഹ്യൂമർ, ഒരു തമാശ പറഞ്ഞതാണ് അവർ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല.
ഞാനതിന് റിട്ടാലിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇവർ പറഞ്ഞത് ഞങ്ങൾ പാവപ്പെട്ടവർ, സാറിനത് ബാധകമല്ല. ഒന്നാമത് എന്നെ വിധിക്കുന്നു, രണ്ടാമത് ഈ ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് പറയുന്ന ആളുടെ ഉള്ളിൽ തന്നെ ഒരു അപകർഷതാബോധം ഉള്ളതായി എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ റിട്ടാലിയേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, യു കനോട്ട് ഡു ദിസ്. നിങ്ങൾക്ക് ഒരാളുടെ ചെലവിൽ ഒരു ജോക്ക് പറയാൻ അവകാശമില്ല. പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല. ഈ എൻ്റെ ഈ പ്രായത്തിൽ അതൊരു തമാശയായി ചിരിച്ച് തള്ളാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു വളരെ ഒരു അഗ്ലി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ക്ലാസ്സിൻ്റെ മൊത്തം അറ്റ്മോസ്ഫിയർ ഈ ഒരു ചെറിയൊരു ട്രാൻസാക്ഷനിലൂടെ അത് കുറഞ്ഞുപോയി. വളരെ ദുഃഖം തോന്നി. ഞാൻ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ശരി, ആരുടെ പക്ഷത്തും ആയിക്കോട്ടെ, ഞാൻ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോഴേക്കും വേറെ കുറേ ആൾക്കാർ, സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ഇൻഡയറക്റ്റ്ലി പറയാൻ തുടങ്ങി. ഇൻഡയറക്റ്റ്ലി ഇയാൾക്ക് എന്തോ ഒരു ആന്തരിക മുറിവുണ്ട്, അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പെരുമാറിയതെന്നൊക്കെ ഇൻഡയറക്റ്റായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടീ ബ്രേക്കൊക്കെ ഉണ്ട്. ആരും നമ്മളെ നോക്കി ചിരിക്കുന്നൊന്നുമില്ല. എല്ലാവരും നമ്മളെന്തോ ഒരു വലിയ കുറ്റം ചെയ്ത പോലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിൽ ആന്തരിക സൗഖ്യ പ്രാർത്ഥന അവിടുത്തെ ചാപ്പലിലുണ്ടായി. ഞാൻ കർത്താവിനോട് മനന്നൊന്ത് പറഞ്ഞു, കർത്താവേ, ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ. എനിക്ക് ആരുമായിട്ടും ഒരു ദേഷ്യത്തിൽ ഇരിക്കുന്നത് അങ്ങേക്ക് ഇഷ്ടമല്ല. ഞാൻ അങ്ങയുടെ വിശ്വാസി എന്ന നിലയിൽ ആരുമായിട്ടും ഒരു ദേഷ്യത്തിനോ അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മയ്ക്കോ ഞാനില്ല. എനിക്കറിയാൻ പാടില്ല, ഞാനത് ഇൻറ്റൻഷനലി ഇങ്ങനെ എത്തിയതല്ല. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയും അതിങ്ങനെയൊക്കെ ആയിത്തീരുകയും ചെയ്തു. അതുകൊണ്ട് അവരോടും ക്ഷമിക്കണമേ, എന്നോടും ക്ഷമിക്കണമേ. ഈ ഗ്രൂപ്പിന് ഇതുകൊണ്ടൊരു കോട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതും സൗഖ്യമാക്കണമേ എന്നൊക്കെ മനംതന്ത് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ ക്ലാസ് എടുത്ത വ്യക്തിയും അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒപ്പം പറയുകയാണ്, സോറി. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഹൃദയസ്പർശിയായി പറയും, സോറി. അത് കഴിഞ്ഞ് ഞങ്ങൾ കഫറ്റീരിയയിലോട്ട് പോകുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കാൻ ചാൻസ് കിട്ടി. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പറയുന്നു, ആ വ്യക്തിക്ക് ലോ ബ്ലഡ് പ്രഷർ. ഞാൻ പറഞ്ഞു എനിക്ക് ഹൈ ബ്ലഡ് പ്രഷർ. അങ്ങനെ ഞങ്ങൾ പോരാതെ അങ്ങനെ ഒരു തമാശ പറഞ്ഞ് ആ പ്രോബ്ലം അവിടെ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അഹന്ത. പണത്തിൻ്റെ അഹന്തയൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി സഫർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പണത്തിൻ്റെ അഹന്ത, അറിവിൻ്റെ അഹന്ത, എല്ലാ രീതിയിലുമുള്ള അഹന്തയുമായി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വീണ്ടും എന്നോടത് പറഞ്ഞപ്പോൾ ഐ ജസ്റ്റ് ഫ്ലെയർഡ് അപ്പ്. അപ്പോൾ അവർക്കും അതൊരു വലിയ ലെസണായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് ക്ലാസ് എടുത്തപ്പോൾ ഒരു ഉദാഹരണം അവർക്ക് പറഞ്ഞു കൊടുത്തു. അതായത് ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുകയാണ്, കേരളത്തിൽ പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് പൈസ കൊടുക്കണം വിവാഹത്തിന്, ഡൗറി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ആൺകുട്ടിയെ വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ പൈസ കൊടുത്തിട്ട് പെൺകുട്ടിയുടെ പൈസ കൊടുത്തിട്ട് ആൺകുട്ടീനെ വാങ്ങിച്ചിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ കംപ്ലൈൻറ്റ് പറയുകയാണ്, പൈസ കൊടുത്ത്. ആക്ച്വലി ആ ആൺകുട്ടി
വിലപിക്കണം. കാരണം അവനൊരു വിലയിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വാങ്ങിക്കുകയാണ്. ഒരു ക്ലാസ്സിലൊരു തമാശ രൂപേണ പറഞ്ഞു കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത 2 പേര് ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് കൊണ്ടുവന്ന് എനിക്ക് തരികയാണ്. സാറേ, ഞങ്ങളുടെ കല്യാണം അടുത്ത ആഴ്ചയാണ്. അപ്പോൾ അവരിപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്, ഫേസ്ബുക്കിൽ ഫ്രണ്ട്സാണ്, ഈ ഒരു കാരണം കൊണ്ട് മാത്രം. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ അവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ തമാശയായിട്ട് നിരൂപിച്ചാലും പെട്ടെന്ന് അവർ അത് സീരിയസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ജനറൽ ജോക്സ് നമുക്ക് പറയാം, വേറൊരാളുടെ ചിലവിൽ നമ്മൾ ജോക്സ് പറയരുത്. കാരണം അവർ ചിലപ്പോൾ ജോക്കായിട്ട് എടുക്കാൻ സാധിച്ചില്ലെന്ന് വരുന്നത് അവർക്കും അത് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ പിരിഞ്ഞു. ആ ബാച്ചിൽ ആ വ്യക്തിയുടെ പേര് മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ. ബാക്കി ആരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല. ആ ആള് എനിക്ക് ദാറ്റ് പേഴ്സൺ ഹാസ് ബിക്കം സ്പെഷ്യൽ ഫോർ മീ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നോബഡി ഈസ് പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം, ആ ധ്യാനം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഫ്രാൻസിസ് അസീസിയുടെ ഈ കോട്ട്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എപ്പോഴും വചനം പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. ഇവിടെ ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരുമായി സമാധാനം സ്ഥാപിച്ചുകൊണ്ട്, പ്രവൃത്തിയിലൂടെ ഞങ്ങൾക്ക് ഒരു വചന സന്ദേശം എല്ലാവർക്കും നൽകുവാൻ സാധിച്ചു. കർത്താവിന് സ്തുതി. യേശു കർത്താവെ നന്ദി. യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ലോകത്തിൽ സമാധാനം, എവിടെയൊക്കെ സമാധാനം ഇല്ലയോ അവിടെയൊക്കെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സമാധാനം സ്ഥാപിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.